പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരാളെപ്പോലെ ദൈവം മറ്റൊരാളെ സൃഷ്ടിച്ചിട്ടില്ല. ഈ യുണീക്ക്നെസ്സിനെ കുറിച്ചുള്ള തിരിച്ചറിവില്ലായ്മയാണ്, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത് കൊണ്ടാണ് മനുഷ്യരുടെ ജീവിതം കൂടുതൽ സങ്കീർണമാകുന്നത്. അതായത് ഞാൻ എന്നെ വിലയിരുത്തുന്നത് എൻ്റെ അയൽപ്പക്കത്തുള്ള ആളുമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലുള്ള ആളുമായിരിക്കാം, എൻ്റെ കൊളീഗ്സ് ആയിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ ഫ്രണ്ട്സുമായിട്ടായിരിക്കും. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ കസിൻസൊക്കെ ആയിട്ട് പലരുമായിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മുടെ ആന്തരികമായ സംഘർഷങ്ങൾ ഇരട്ടിക്കും. നിങ്ങൾക്ക് മനസമാധാനം ഉണ്ടാവില്ല. ദൈവം നിങ്ങളെ യുണീക്കായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും പ്രത്യേക രീതിയിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രതിഫലിച്ച് കാണും, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണും, നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രതിഫലിച്ച് കാണും. അപ്പോൾ നിങ്ങൾ വ്യത്യസ്തതയോടെ സൃഷ്ടിക്കപ്പെടുകയും വ്യത്യസ്തമായ രീതിയിൽ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ട് നിങ്ങളൊരു കോമൺ ആയിട്ടുള്ള ആളാകാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങൾക്കതിന് സാധിക്കില്ല. അതായത് അവനും ഇവനും ഒക്കെ എല്ലാ കാര്യം ശരിയാവുന്നുണ്ട്, എനിക്ക് മാത്രം ശരിയാവുന്നില്ല എങ്കിൽ അതെൻ്റെ കുറവല്ല, എൻ്റെ വിളി വേറെ ആയതുകൊണ്ടായിരിക്കും. അപ്പം എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും ഒരു പ്രൊഫഷണലിലേക്ക് കയറി എനിക്കതിന് സമയമെടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുന്നു, ഞാൻ ഇൻ്റർവ്യൂകളിൽ പാസ്സാവുന്നില്ല, അതൊക്കെ നിങ്ങൾ ഒരു സാധാരണ വ്യക്തിയെ പോലെ ചിന്തിച്ചാൽ ഒരു പരാജയമായിട്ട് തോന്നും. പക്ഷെ ദൈവം നിങ്ങളെ യുണീക്കായി സൃഷ്ടിച്ചിട്ടുള്ളത് കൊണ്ട് 10 പേര് പോകുന്ന അതേ വഴിയിലൂടെ നിങ്ങളെയും പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളെ കുറിച്ചുള്ള ദൈവിക പദ്ധതി അനുസരിച്ചിട്ടാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ സ്വരമാണ്. നിങ്ങളുടെ ഉള്ളിലെ സ്വരത്തെ ലോകം വിളിക്കുന്നത് നിങ്ങളുടെ തന്നെ സ്വരം എന്നാണ്. അവനവനെ കേൾക്കുക എന്നാണ് പറയുക. അതേസമയം സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഒരു ഉൾപ്രേരണ എന്ന് പറയുന്നത് ഡിവൈനിൽ നിന്ന് വരുന്നതാണ്, ദൈവികതയിൽ നിന്ന് വരുന്നതാണ്, അത് ആത്മീയമാണ്. ചെറിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രശ്നമുണ്ട് കേട്ടോ, പല വോയിസുകൾ വരുന്നുണ്ട് എങ്കിലും. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കുക. നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ കേട്ട് നിങ്ങളുടെ യുണീക്കായിട്ടുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി കണ്ടുപിടിച്ച് അതിനകത്ത് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ സക്സസ് ആവൂ. നിങ്ങളുടെ കൂടെ നിങ്ങളെല്ലാവരും എഞ്ചിനീയറിംഗ് പഠിച്ചു, കൂടെയുള്ള എല്ലാവരും എഞ്ചിനീയർ ആയി, പക്ഷെ നിങ്ങളൊരു നല്ല റൈറ്റർ കൂടെ ആയിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എഞ്ചിനീയർ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എഴുത് എന്ന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നിങ്ങൾക്ക് തോന്നാണ് ഇപ്പോൾ എഴുതാനൊക്കെ പോയാൽ ഞാൻ എപ്പോൾ സക്സസ് ആവാനാ, ഇതിപ്പോൾ എഞ്ചിനീയറിംഗിൽ പോയാൽ എനിക്കൊരു നല്ല ജോലി കിട്ടും, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോയാൽ എനിക്ക് ഒരു നല്ല സ്റ്റാറ്റസ് ഉണ്ടാവും. അപ്പോൾ ഈ ഉൾപ്രേരണകളെ നിങ്ങൾ അടക്കി വെച്ചിട്ട്, മറച്ചു വെച്ചിട്ട്, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവർ പോകുന്ന അതാണ് കുറച്ചും കൂടി ഈസി. ഈ ഉൾപ്രേരണകളെ കേൾക്കാൻ പോയാൽ അവനവനായിട്ട് എഫേർട്ട് ഇടേണ്ടി വരും. ഒന്ന് വെച്ചാൽ ഒരു കൂട്ടാളുകളുടെ കൂടെ പോകുമ്പോൾ അങ്ങ് പൊക്കോളാം എന്ന് കരുതി നിങ്ങളൊരു ജോലിയിലേക്ക് കയറിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർ പെർഫോം ചെയ്യണ പോലെ അവിടെ പെർഫോം ചെയ്യണമെന്നില്ല. കാരണം അതായിരിക്കില്ല നിങ്ങളുടെ ടാലൻറ്റ്. അതുകൊണ്ടാണ് നിങ്ങളൊരു ടീനേജിലേക്ക് എത്തുമ്പോഴും ചെറുപ്പം മുതലേ ആണെങ്കിലും നിങ്ങളൊരു യങ്സ്റ്റർ ആയിട്ടിരിക്കുമ്പോഴൊക്കെ അവനവനെ കേൾക്കുക എന്ന് പറയുന്നത്. ഇനി ദൈവം ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, നിങ്ങൾ പഴയ നിയമത്തിൽ അബ്രഹാത്തിനൊക്കെ ഇനി ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന് കരുതിയ കാലത്താണ് ഒരു മകൻ ജനിക്കുന്നത്. അത്രയും വയസ്സായി, ഇനി റിട്ടയർമെൻ്റ് ആയി, ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ട്രസ്റ്റൊക്കെ എടുത്ത് പോകാമെന്ന് കരുതിയപ്പോഴാണ് വലിയൊരു രക്ഷാകര പദ്ധതിയിലേക്ക് ദൈവം അബ്രഹാത്തിനെ വിളിക്കുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് കാലഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാം. അത് ഏത് പ്രായത്തിലും വരാം. 40കളിൽ വരെ, 50കളിൽ വരെ, 20കളിൽ വരെ, 18കളിൽ വരെ, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ ആ സമയത്ത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്വരമാണ്. അതുകൊണ്ടാണ് ആത്മീയതയുടെ ആദ്യ പടി എന്നതുപോലെ തന്നെ ശാന്തത കൈവരിക്കാൻ വേണ്ടി പറയുന്നത്. ദൈവത്തിൻ്റെ സ്വരം നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ പോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ സ്വരം കേൾക്കണം. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ച്, നിങ്ങളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള അമിതമായ ഈ അനാവശ്യ സ്വരങ്ങളൊക്കെ മാറണം. നമ്മുടെ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഒരു അമ്മാവല്ലേ, നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് ഇടപെടുകയും നമ്മുടെ തീരുമാനങ്ങളിൽ ഇതാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അമ്മാവൻ. എൻ്റെ ലൈഫിലുണ്ടായിരുന്നു ഇതുപോലെ ഒരു അമ്മാവൻ, അങ്കിള്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു +2 കഴിഞ്ഞ പാടെ എന്നെ ജോലിക്ക് കൊണ്ടുപോയി, ജോലിക്ക് പോകാമെന്ന് പറഞ്ഞു പോയി. എനിക്ക് അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ജോലിയൊന്നും അല്ലായിരുന്നു ഒരു പരിഹാരം. അങ്ങനെ അദ്ദേഹം ഇനി പഠിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഡിസിഷൻ എടുക്കുവാണ്, നമ്മുടെ ഫാമിലിയിലൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത്. പക്ഷേ ഇതേ സമയം അവരുടെ മക്കളെ വന്നപ്പോൾ അവരുടെ പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൈകടത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ സങ്കീർണമായിട്ട്, അങ്ങനെ വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. അങ്ങനെ ഇവരും തീരുമാനമെടുത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നിങ്ങളൊരു മുറിയിലേക്ക് വരിക, നിങ്ങളുടെ മുറിയിലേക്ക് വരിക, ഒരു പുസ്തകം എടുക്കുക, നിങ്ങളോട് തന്നെ ചോദിക്കുക, ശരിക്കും എനിക്ക് എന്താണ് വേണ്ടത്. ആത്മീയതയിലേക്ക് വരുമ്പോഴും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെ സ്വരമാണ്. എന്താണ് എൻ്റെ പ്രശ്നം, എനിക്ക് എവിടെയാണ് പരാജയപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പരാജയപ്പെടുന്നത്. ഇതിനകത്തൊരു മിസ്റ്റീരിയസ് സൈഡ് ഉണ്ട്. അതായത്
നിങ്ങൾ നിങ്ങളുടേതായല്ലാത്ത പ്രവർത്തികൾ കൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെടുന്നതെങ്കിൽ എന്തോ ഒരു തരം ഇരുട്ട് നിങ്ങളുടെ ജീവിതത്തെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. ഇനി ആ ഇരുട്ടിനെ നിങ്ങൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നാലുള്ള ഗുണം. നിങ്ങളൊരു ലോക മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. അതായത് നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ കഥകടച്ചിരിക്കുന്നു, നിങ്ങൾ കുറച്ചു നേരം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു, നിങ്ങളൊരു പുസ്തകം എടുക്കുന്നു. എനിക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഐ റിയലി വാണ്ട്, എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത്, എനിക്ക് എന്താണ്, എൻ്റെ മനസ്സ് എന്നെ എന്താണ് പ്രേരിപ്പിക്കുന്നത്, ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് നോർമലായിട്ട് എത്താൻ പറ്റും. പക്ഷേ ചില മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇത് അവനവൻ്റെ കഴിവിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങളുണ്ടാകും. അതിനകത്ത് അവനൊരു ദൈവത്തിൻ്റെ സഹായം ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഞാനായിരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തെങ്കിലും ഒരു അത്ഭുതം നടക്കാതെ എനിക്ക് പഠനം തുടങ്ങാൻ പറ്റില്ലായിരുന്നു, എനിക്ക് ജോലി കിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടില്ലായിരുന്നു. അപ്പോൾ ഐ എക്സ്പീരിയൻസ് ദി ഹാൻഡ് ഓഫ് ഗോഡ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെടുത്താൻ പറ്റുന്നില്ല, നിങ്ങളുടെ കഴിവുകൊണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരു ചില സമയങ്ങളുണ്ട്. ഏതോ ഒരു കാരണത്താൽ ഒരു ഇരുട്ട്, ഒന്നും ശരിയാവുന്നില്ല, എന്തോ ഒരു അനുഗ്രഹക്കുറവ്, ഒരു വെളിച്ചം കുറവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിന് പരിഹരിക്കാൻ നിങ്ങൾ ദൈവത്തിൽ ഡിപ്പെൻഡ് ചെയ്യുക. ദൈവം നിങ്ങളെ സഹായിക്കുന്നു, നിങ്ങൾക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുന്നു, ഉൾപ്രേരണകൾ തന്ന് ദൈവം നിങ്ങളെ നയിക്കുന്നു, നിങ്ങളൊരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നു. ഇനി നിങ്ങൾക്ക് തന്നെ വർക്ക് ചെയ്ത് മാറ്റേണ്ട കുറേ കാര്യങ്ങളുണ്ടാകും. ഇപ്പം ഞാനൊരു സമയത്ത് കോൺഫിഡൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ആലോചിച്ചു എന്താണ് കോൺഫിഡൻസ് ഇല്ലാത്തത്. ഞാനിങ്ങനെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള ദൈവത്തോട് തന്നെ ചോദിക്കുവാണ്. അപ്പോൾ ദൈവം പറയുന്നു ബുക്കുകൾ വായിക്കുക, അല്ലെങ്കിൽ കുറേ നോളജ് ഇല്ലായ്മയാണ്, നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് നിനക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പോൾ അറിവ് നേടുക. അപ്പം എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയ ബൈബിളാണ്, പുസ്തകം ബൈബിളാണ്. ഞാൻ ബൈബിൾ വായിച്ചു തുടങ്ങുന്നു. അത് കഴിഞ്ഞ് ഞാൻ വേറെ കുറേ സാഹിത്യകൃതികൾ വായിക്കുന്നു. പിന്നീട് ഞാൻ തന്നെ മനസ്സിലാക്കുന്നു എനിക്ക് എന്താണ് വേണ്ടതെന്ന്, സ്പിരിച്വാലിറ്റിയിലേക്കാണ് ഞാൻ വരേണ്ടതെന്ന്. അപ്പം ഇത് എൻ്റെ വ്യക്തിപരമായ യാത്രയിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇത് ഇച്ചിരി ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ പഴയ കാലഘട്ടം ആലോചിക്കും. നമ്മൾ പറയുന്ന കാര്യം ആർക്കും മനസ്സിലാവുന്നില്ല, നമ്മൾ ജീവിക്കുന്ന ജീവിതം ആർക്കും മനസ്സിലാവുന്നില്ല, വെക്കുന്ന കാലെല്ലാം താഴേക്ക് പോകുന്നു, ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഒരു സംഗതി പോലും കിട്ടാതെ ജീവിതം വളരെ ഇരുട്ട് നിറഞ്ഞൊരു അവസ്ഥയിൽ നിന്നും ദൈവത്തിൻ്റെ കരം ഇങ്ങനെ ഇറങ്ങി വന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നീട് നമ്മളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്ത് വീഴാനും അബദ്ധങ്ങൾ പറ്റാനും ഒക്കെ കുഴപ്പമില്ല, സാരമില്ല എന്ന് പറയുന്ന ആ ദൈവസ്നേഹമാണ് ഇന്ന് കാണുന്ന എന്നിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ കഴിവിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ സ്വർഗത്തിൽ നിന്നുള്ള ദൈവത്തിൻ്റെ വലിയ ഒരു കരത്തിൻ്റെ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടം ദൈവത്തിന് ഒരു തടസ്സമൊന്നുമല്ല. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, നിങ്ങളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് മോശമാണോ, നിങ്ങളുടെ കുടുംബ ബാക്ക്ഗ്രൗണ്ട് മോശമാണോ, നിങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തിൻ്റെ നിലവാരം കുറവാണോ, അതിനുള്ള ചുറ്റുമുള്ള ആളുകളുടെ നിലവാരം കുറവാണോ, അവിടെ മോശം ജീവിതം ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണോ നിങ്ങൾ ജീവിക്കുന്നത്, ഇതെല്ലാം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകമാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവത്തിന് ഇതൊക്കെ മറികടന്ന് നിങ്ങളെ മെച്ചപ്പെട്ട ഒരു വ്യക്തിയാക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? അവനവനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ നന്നായി അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെക്കുറിച്ച് തന്നെയാണ്. നമ്മളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എങ്കിൽ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, എനിക്ക് തന്നെ എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് പ്രതീക്ഷിക്കുക നിങ്ങൾക്ക് എന്നെ മനസ്സിലാകണമെന്ന്, നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന്? കാരണം എനിക്ക് തന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും ദൈവം പലരെയും ഒറ്റപ്പെടുത്തുക. അവസാനം അയാൾക്ക് അയാൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അയാൾ അവസാനം അയാളോടൊപ്പം തന്നെ, ഞാൻ എന്നോടൊപ്പം തന്നെ ഇരുന്ന് എനിക്ക് വേറെ ആരും ഇല്ലെന്നൊരു ബോധ്യത്തിൽ ഞാൻ മാത്രമായി മാറുകയും ഞാൻ തന്നെ സപ്പോർട്ട് ഇല്ല, എന്നോട് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല, വിഷമിക്കണ്ട, സാരമില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴായിരിക്കാം ഒരു പക്ഷേ മറ്റുള്ളവർക്ക് എന്നെ കുഴപ്പമില്ല, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ എന്നെ മനുഷ്യരെ സഹായിച്ചിട്ടല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്, എന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ കരമാണ്. ഞാൻ ദൈവത്തിൽ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ജീവിതത്തിനെ കൊടുത്തപ്പോൾ, ആശ്രയിച്ചപ്പോൾ ദൈവമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുവന്നത്. ഇപ്പം ഞാൻ ദൈവത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ചിലപ്പോൾ അവിടെ തന്നെ കിടക്കുമായിരുന്നു, ഒരു തരത്തിലും മെച്ചപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് വരില്ലായിരുന്നു, ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റുകൾ സംഭവിക്കില്ലായിരുന്നു, ഒരു വളർച്ച ഉണ്ടാകില്ലായിരുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ കാരണം കൊണ്ട് സംഭവിച്ചതാണ്. അപ്പം നിങ്ങളെന്ന വ്യക്തിയുടെ ഉയർച്ച ദൈവത്തെ കരങ്ങളിൽ നിങ്ങൾ കൊടുക്കണം. അതേസമയം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അതിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ തന്നെയാണ്. ദൈവം നിങ്ങളെ വ്യത്യസ്തമായി സൃഷ്ടിച്ചുവെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ കൂടപ്പിറപ്പുമായിട്ട് പോലും നിങ്ങളെ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ പോയി അധികം സംസാരിക്കാറില്ല, കാരണം ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാവാൻ വഴിയില്ല. കാരണം അവർ വേറൊരു തലത്തിൽ നിൽക്കുന്ന ആളുകളാണ്, അവരങ്ങനെ സ്പിരിച്വാലിറ്റിയെ കുറിച്ച് അറിയുന്നവരല്ല, അവർ വേറെ, ഞാൻ ജീവിച്ച ജീവിതമല്ല അവർ ജീവിച്ചിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ കുടുംബ സാഹചര്യത്തിൽ നിന്നും എൻ്റെ വീടിൻ്റെ സാഹചര്യത്തിൽ നിന്നും ഒക്കെ എന്നെ എടുത്ത് മാറ്റിയായിരുന്നു. അപ്പം അതൊക്കെ ദൈവത്തിന് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ദൈവം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളെന്ന വ്യക്തി എപ്പോഴെല്ലാം ദൈവത്തിൽ ആശ്രയിക്കുന്നു അപ്പോഴെല്ലാം ദൈവം അത്ഭുതകരമായ ഇടപെടൽ നടത്തി നിങ്ങളെ കൊണ്ടുവരും.
അത് നിങ്ങൾ ടീനേജർ ആയിക്കോട്ടെ, നിങ്ങൾ യങ്സ്റ്റർ ആയിക്കോട്ടെ, നിങ്ങൾ ആര് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ദൈവത്തിന് സാധിക്കും. അതേസമയം നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ കൂടുതലായിട്ട് സഹായിക്കാൻ പറ്റുന്നത്. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യേണ്ട ചില മേഖലകളും ഒക്കെയുണ്ട്. ഇനി പ്രായഭേദമന്യേ ദൈവം എല്ലാ കാലത്തും മനുഷ്യരെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അബ്രഹത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ എത്രയോ മനുഷ്യരെയാണ് ദൈവം ഒരു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ലോകം കണക്ക് കൂട്ടുന്നത് പോലെയല്ല ദൈവം ഒരാളെ കണക്ക് കൂട്ടുന്നത്. ലോകം പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു 30 വയസ്സായില്ലേ, ഇനി അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും ചെയ്ത് ഒരു ജോലി മേടിക്കുക, പോവുക, വരിക, ഒരു നോർമൽ ലൈഫിലേക്ക് വരണം. ഇനി ഒരു എക്സൈറ്റ്മെന്റ്, ഇനിയും സ്വപ്നങ്ങൾ, അതൊന്നും പാടില്ലെന്നാ ചിലപ്പോൾ ലോകം നിങ്ങളോട് പറഞ്ഞേക്കാം. പക്ഷെ ദൈവം പറഞ്ഞു നിന്റെ ഭാവി ഇനി തുടങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോൾ ദൈവം പറഞ്ഞതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രേരണകളെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഈ ഉൾപ്രേരണകൾ കളങ്കിതമാകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ നന്മയുള്ളവരായി മാറേണ്ടത്. നിങ്ങൾ ദൈവത്തിൽ കണക്റ്റഡ് ആയിട്ട് ജീവിക്കേണ്ടത്. കാരണം ഈ ഉൾപ്രേരണകൾ തന്നെ പൈശാചികമാകും. ഇപ്പോൾ ഒരാളെ കൊല്ലാൻ തോന്നുന്നതും ഒരു ഉൾപ്രേരണയാണല്ലോ. അപ്പോൾ അവരെ പ്രചോദിപ്പിക്കുന്ന ദൈവമല്ലല്ലോ, അതൊരു ഡിവൈനിറ്റി യുടെ പ്രവൃത്തിയല്ല മോശം കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ തിന്മയായ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ദൈവത്തിന് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുകയും അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുകയും ഇങ്ങനെ നല്ല കമൻറ്റുകളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എന്നാലും ഞാനൊന്ന് റിവൈൻഡ് അടിച്ച് നോക്കും. എത്രയോ വർഷങ്ങളാണ് മനസ്സിലാക്കപ്പെടലുകൾ ഇല്ലാത്ത വർഷങ്ങൾ. അതെല്ലാ മനുഷ്യനും ഉണ്ട്. ആത്മഹത്യയിലേക്ക് വരുന്ന എല്ലാ മനുഷ്യനും പലർക്കും നിങ്ങളെ മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾക്ക് ചുറ്റുമുള്ള 100 പേർക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലെങ്കിലും ഈ ലോകത്ത് കൂടാനുകൂടി മനുഷ്യരുണ്ട്. നിങ്ങളെ മനസ്സിലാകുന്ന മനുഷ്യർ ഈ ലോകത്തുണ്ട്. ദൈവം അവരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പലരും ഇത് കറക്റ്റാണ്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്, ഇത് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ ഏതോ ലോകത്തിൻ്റെ മൂലയ്ക്കിട്ട് സംസാരിക്കുന്ന ഒരാളല്ലേ. എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, ഈ സംഗതി കണക്ട് ചെയ്യാൻ പറ്റുന്ന ചുറ്റും മനുഷ്യരില്ല. ഞാൻ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ കണക്റ്റഡ് ആകുമല്ലേ. അപ്പോൾ നിങ്ങളുടെ യുണീക്ക്നെസ്, ദൈവം നിങ്ങളെ വ്യത്യസ്തമായി സൃഷ്ടിച്ചിരിക്കുന്ന ആ രീതി, അതിനോട് നിങ്ങൾ കൂറ് പുലർത്തണം. ദൈവം ബൈബിളിൽ പറയുന്നുണ്ട്, നീ എൻ്റെ വാക്ക് കേൾക്കുക, ഞാൻ പറയുന്നതിൽ നീ വിശ്വസിക്കുക, നീ അതിൽ നിന്ന് വ്യതിചലിക്കരുത്, ഞാൻ നിന്നെ നയിച്ചോളാം, നടക്കാൻ പഠിപ്പിക്കുന്നത് ഞാനാണ്, ഞാൻ നിന്നെ നയിക്കും. ഇങ്ങനെ എത്രയൊക്കെയോ കാര്യങ്ങൾ ദൈവം പറയുന്നുണ്ട്. അത് നടക്കുന്ന കാര്യമാണ്. ദൈവം നയിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാനസിക ബലം വർദ്ധിക്കും. കാരണം എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ ചുരുണ്ടിക്കൂടി പേടിച്ചാരണ്ട് ഉള്ളിലേക്ക് വലിയുന്ന ഒരു സ്വഭാവം മനുഷ്യർക്ക് പലപ്പോഴും ഉണ്ട്. എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടായാൽ. പക്ഷെ ദൈവം ഇതിനൊക്കെ ചെങ്കടൽ പോലെ നമ്മൾ വിഭജിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇതൊന്നും അല്ല നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പോകുന്നത്. നിങ്ങളെ ജനിപ്പിച്ചത് നാട്ടുകാരോടും വീട്ടുകാരോടും അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള 10 പേരുടെ പെർമിഷൻ ചോദിച്ചിട്ടൊന്നും അല്ല. ദൈവം നിങ്ങളെ ജനിപ്പിച്ചു. ലോകത്ത് ആര് നിങ്ങളുടെ പോരായ്മകളും കുറവുകളും പറഞ്ഞാലും സൃഷ്ടാവിന് ഒരിക്കലും ഒരു സൃഷ്ടി ഉപേക്ഷിക്കാൻ പറ്റില്ല. അതൊരു കല്ലാണെങ്കിൽ പോലും സൃഷ്ടാവിന് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് അവന് ഇഷ്ടമല്ല, ഈ കല്ലിനെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. കാരണം സൃഷ്ടാവാണത്. സൃഷ്ടാവിന് ഒരു സൃഷ്ടിയെ സ്നേഹിച്ചേ പറ്റൂ. ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുണ്ട്. സോ എനിക്ക് ചുറ്റുമുള്ള 10 പേർക്ക് കൺവിൻസിങ് ആയ രീതിയിൽ ജീവിക്കുന്ന ഒരാളല്ല എങ്കിൽ തന്നെയും എൻ്റെ കാഴ്ചപ്പാടുകൾ അവർക്ക് കണക്റ്റഡ് ആവുന്നില്ല, എൻ്റെ ചിന്താരീതിയിൽ അവർ കണക്റ്റഡ് ആവുന്നില്ല എങ്കിലും ഇതൊക്കെ കണക്റ്റഡ് ആവുന്ന ഒരാളുണ്ട്, ദൈവം. ഇതന്നെയാണ് എൻ്റെ ആത്മീയതയുടെ തുടക്കം. ഞാൻ പറഞ്ഞു, നിനക്ക് എന്തുകൊണ്ട് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചു? എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് ഞാൻ ഓക്കെ ആവുന്നില്ല, അങ്ങനെയെങ്കിൽ അവർക്കൊക്കെ ഇഷ്ടമുള്ളതുപോലെ നീ എന്നെ സൃഷ്ടിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഉത്തരം ഇതാണ്, നിന്നെ ഞാൻ ഇങ്ങനെയാണ് സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത്, ഞാൻ ഇങ്ങനെ സൃഷ്ടിച്ചു. സൃഷ്ടാവിൻ്റെ ആഗ്രഹം അനുസരിച്ചാണ് ഒരു സൃഷ്ടി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള 10 പേരുടെ ആഗ്രഹമല്ല. ഞാൻ മനുഷ്യർ മോശമാണെന്നോ മനുഷ്യരെ അതൊന്നുമില്ല, മനുഷ്യരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ജീവിക്കണം. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ ജീവിക്കണം. പക്ഷേ ഞാൻ ജീവിക്കുന്ന ജീവിതം എനിക്ക് ചുറ്റുമുള്ള 10 പേർക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് ഞാനൊരു മോശം ജീവിതം ജീവിക്കുന്ന ആളല്ല. ഇത് എനിക്കറിയാവുന്ന ശരികളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അവരെങ്ങനെ വേണേൽ വിലയിരുത്തട്ടെ. ഇപ്പൊ ആത്മീയതയുടെ പല തലങ്ങളിൽ എത്തിയ ഒരു വ്യക്തി എന്തായാലും അബ്നോർമൽ ആയിട്ടാണ് മനുഷ്യന് തോന്നത്തുള്ളൂ, മറ്റു മനുഷ്യർക്ക് തോന്നത്തുള്ളൂ. കാരണം അവർ പ്രപഞ്ചിക സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അവര് മിണ്ടാതിരിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു, അവർ സെലിബ്രേഷനുകളിലേക്ക് അധികം പോകുന്നില്ല, അവർ ഒരു ആന്തരികതയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു. ഇങ്ങനെ ഇത് ഈ കാലത്ത് യോജിക്കുന്നതാണോ? ഈ കാലത്ത് എല്ലാം ഒരു എന്താ പറയുക, വേറെ ഒരു തലത്തിൽ ജീവിക്കുന്ന ഒരു ലോകത്ത് ഇത്തരം ജീവിത സ്റ്റൈലിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അബ്നോർമൽ ആണെന്ന് ലോകം പറയും. ലോകത്തെ നിങ്ങൾ നോക്കരുത്. ഞാൻ എൻ്റെ ഉൾപ്രേരണകളെ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാവില്ലായിരുന്നു. കാരണം എൻ്റെ സാഹചര്യങ്ങൾ, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരെല്ലാം എനിക്ക് ഓപ്പോസിറ്റാണ് നിന്നിരുന്നത്. പലരും എന്നെ കളിയാക്കിയതാണ് അല്ലെങ്കിൽ പരിഹസിച്ചിട്ടാണ്, എനിക്ക് തലയ്ക്കെന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്കൊക്കെ എത്തിച്ചേരുന്നത്. അവർ പറയുന്നതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ രക്ഷിച്ച ദൈവത്തോടുള്ള കമ്മിറ്റ്മെന്റ് ആയിരുന്നു എനിക്കിത് ആരംഭിക്കാമെന്നാണ്. ഞാൻ പറയുന്നത് ഞാൻ എന്നെ കുറിച്ച് പറയാനോ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയാനോ അല്ല. ദൈവം നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി തയ്യാറാക്കിയിട്ട് നിങ്ങൾ ആ പദ്ധതിയുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യണം.
ദൈവം നിങ്ങളെ വളർത്തിക്കൊള്ളും, ദൈവം നിങ്ങളെ പോറ്റിക്കൊള്ളും. ഇപ്പൊ എനിക്കൊരു വേറെ ഒരു ഉയർന്ന ജോലിയിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് നീ തൽക്കാലം ഇവിടെ നിൽക്കണമെന്നാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സാമ്പത്തികമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, വൈകാരികമായ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, എന്നോട് ഇവിടെ നിൽക്കാൻ പറയുന്ന ആരാണ്? ദൈവമാണ്. അപ്പൊ ദൈവം എന്നെ പോറ്റിക്കൊള്ളും. അത്രയൊക്കെ നമുക്ക് ദൈവത്തിൽ വിശ്വാസം വേണം. ഞാൻ അനുഭവിച്ച ആളാണ് പറയുന്നത്. എന്നോട് ദൈവം ഇത്രയും ലിമിറ്റിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ദൈവം പറഞ്ഞത് കേട്ട് ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ പോറ്റുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. അപ്പോൾ നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നിങ്ങൾ ടീനേജർ ആണെങ്കിലും യങ്സ്റ്റർ ആണെങ്കിലും, നിങ്ങൾ എത്ര മധ്യവയസ്കരാണെങ്കിലും, നിങ്ങൾക്ക് 50-60 വയസ്സായിട്ടുണ്ടെങ്കിലും, മരണത്തെക്കുറിച്ചൊക്കെ ദൈവം സമയമാകുമ്പോൾ പറയും. അതുവരെ നിങ്ങൾക്ക് ജീവിതം ഉണ്ടല്ലോ. അപ്പൊ ദൈവത്തോട് ചോദിക്കുക, ശാന്തമായിട്ടിരിക്കുക. എല്ലാ ദിവസവും കുറച്ചു നേരം ഒന്ന് ശാന്തമായിട്ടിരിക്കുക. അപ്പൊ എന്താണ് ഇനി നിന്നും ആഗ്രഹിക്കുന്നത്? ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്നറിയോ? ദൈവത്തോട് നിങ്ങൾ ചോദിക്കാതെ, സൃഷ്ടാവിന്റെ ആഗ്രഹം നിങ്ങൾ മനസ്സിലാക്കാതെ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനൊരു ജീവിതം നയിച്ചു കഴിഞ്ഞാൽ മരണശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതാണ് അൾട്ടിമേറ്റ്. അത് ഈ റിയൽ ആണ്, അതൊരു മിത്തല്ല, അതൊരു ഉള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ലൈഫ് അർത്ഥപൂർണമായി ജീവിക്കണമെങ്കിൽ ദൈവിക പദ്ധതി തിരിച്ചറിയണം. എന്നെ കുറിച്ചുള്ള ദൈവിക പദ്ധതി തിരിച്ചറിയണം. ഇപ്പം നിങ്ങൾ പോയി പറയുവാണ് നാൻസി സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ബന്ധുക്കളോ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതൊന്നും അവരുടെ വിശ്വസിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷെ എൻ്റെ ഉൾപ്രേരണയിൽ, ഞാൻ അറിഞ്ഞ ദൈവത്തിൽ, ഞാൻ മനസ്സിലാക്കിയ ദൈവത്തിൽ പറയുന്ന ദൈവം എന്നെ പ്രചോദിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉൾപ്രേരണകളിൽ ദൈവത്തോടുള്ള ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ചെയ്യണം. മദർ തെരേസ മഠം വിട്ട് ഇറങ്ങി വന്നത് അമ്മയെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നും പ്രേരിപ്പിച്ചതനുസരിച്ചാണ്. അത് സന്യാസത്തിലേക്ക് കടന്നു വന്ന സിസ്റ്റർമാർക്ക് പോലും, അച്ഛന്മാർക്ക് പോലും അന്ന് മദർ തെരേസ എടുത്ത തീരുമാനത്തെ പിന്നീട് ആണ് അവരതിൽ ദൃഢനിശ്ചയം കാണിച്ചപ്പോഴാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയത്. അവരെല്ലാവർക്കും മനസ്സിലായിട്ടൊന്നും അല്ല, ദൈവവിളി ഉണ്ടായെന്നല്ല, ഈ ദൈവം പറഞ്ഞതാണെന്നൊക്കെയുള്ള ചിലപ്പോൾ തോന്നലായിക്കൂടെ, സമയമെടുത്ത് പ്രാർത്ഥിച്ചുകൂടെ, ഇതിൻ്റെ അകത്ത് തന്നെ നിന്ന് ശുശ്രൂഷ ചെയ്തുകൂടെ, ഇങ്ങനെ ഒരു 1000 കാര്യം ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ദൈവം പുറത്തിറക്കി കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രേരണകളെ ഫോളോ ചെയ്യാൻ ഇറങ്ങി തിരിച്ചിട്ട് എല്ലാ മനുഷ്യരും ആരൊക്കെയോ ഡിസപ്പോയിന്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊരു ടീനേജർ ആണെങ്കിലും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പ്രേരിപ്പിക്കും. എനിക്ക് ഇതേ ടോപ്പിക്ക് യാതൊരു തരത്തിലുള്ള ആത്മീയതയുടെ കൂട്ടുപിടിക്കാതെയും പറയാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ദൈവമില്ലാതെ ഈ യാത്ര മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത് എന്താണെന്ന് മനസ്സിലാക്കുക. അതനുസരിച്ച് മാത്രം, അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ മനുഷ്യര്, ഞാൻ ഇപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ എന്നെ കുറ്റം പറഞ്ഞ മനുഷ്യർ ഇത് മുന്നോട്ട് പോകുമ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യും. മനുഷ്യർ മാറിക്കൊണ്ടേയിരിക്കും. ഈ മാറിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യരുത്. അതൊരു വലിയ പരാജയമായിരിക്കും. അവനവന്റെ ഉൾപ്രേരണകളെ കേൾക്കുക, അവനവന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുക. അതാണ് നിങ്ങളുടെ ഉള്ളിലെ ദൈവമാണ് നിങ്ങളെ നയിക്കാൻ പോകുന്നത്. നിങ്ങളുടെ വ്യത്യസ്തതകൾ അംഗീകരിക്കുക. എനിക്ക് ഇത്തരം മാനസികമായ ചില പ്രത്യേകതകളുണ്ട്, ഒരു കുറവായിട്ട് കാണണ്ട. ദൈവമല്ലേ നമ്മൾ അങ്ങനെ സൃഷ്ടിച്ചത്, പിന്നെ അതെങ്ങനെയാണ് കുറവാകുന്നത്? ഞാൻ വർക്ക് ചെയ്യേണ്ട മേഖലകളുണ്ട്. ഇപ്പം എനിക്ക് ചില ഡിസോർഡറുകൾ ഉണ്ട്, എങ്കിൽ ഞാൻ വർക്ക് ചെയ്യണം, ഓക്കെ. പക്ഷെ എനിക്കത് തന്നു, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്കത് സംഭവിച്ചു, ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ഞാൻ എൻ്റെ രീതിയിൽ എന്നെ മെച്ചപ്പെടുത്തും. പക്ഷെ ഞാനിതാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്നെ തന്നെ മാറ്റിക്കൊണ്ടേയിരുന്നാൽ ഈ ജെനുവിനിറ്റി ഇല്ലാത്ത ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒന്നും ആവില്ല. കള്ളത്തരങ്ങൾ പറയുമ്പോൾ ആളുകൾ ജയിച്ച പോലെ നമുക്ക് തോന്നുന്നതാ, ശരിക്കും അങ്ങനെയല്ല. കള്ളത്തരങ്ങൾ പറയുമ്പോൾ നമ്മൾ ജയിക്കുകയല്ല ചെയ്യുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് ജയിക്കുകയും നമ്മുടെ ഉള്ളിലെ ദൈവിക നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ ഡിവൈനിറ്റിയുടെ പ്രസൻസ് കുറയുകയാണ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ജെന്യുവിൻ ആയിരിക്കുക, നിങ്ങൾ സത്യസന്ധരായിരിക്കുക, അവനവനോട് സത്യസന്ധത പുലർത്തുക. നിങ്ങളെ ദൈവം നയിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഡിവൈനിറ്റി നയിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉൾപ്രേരണകൾ തന്നെ നിങ്ങളെ യഥാർത്ഥ വഴിയിലൂടെ നയിക്കും. നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകും. അപ്പോൾ ദൈവം നിങ്ങളെ നാട്ടുകാരെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് ചോദിച്ചിട്ടല്ല, അവരുടെ പെർമിഷൻ എടുത്തിട്ടല്ല ദൈവം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അവരുടെ പെർമിഷൻ എടുത്തിട്ടല്ല ദൈവം നിങ്ങളെ രക്ഷിക്കുന്നത്, അവരുടെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മനുഷ്യനെ അല്ല ദൈവത്തിന് നോക്കിക്കൊണ്ട് ചെയ്യുക. ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാതെ വരുമോ? ഇത് ദൈവത്തിന് പ്രശ്നമാകുമോ? എൻ്റെ സൃഷ്ടാവിൻ്റെ നന്മയ്ക്കെതിരായ ഒരു തെറ്റായിട്ട് ഇത് മാറുമോ? അത് മാത്രമാണ് നമ്മുടെ കൺസേൺ. മനുഷ്യർ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എല്ലാ മനുഷ്യരോടും സ്നേഹമുണ്ട്. പക്ഷെ അവർക്ക് എന്നെ മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് ഞാൻ ഈ പാത്ത് വിടേണ്ട കാര്യമില്ല. കാരണം എന്നെ നയിക്കുന്നതും ഈ മനുഷ്യരെല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ എന്നെ വിളിച്ചതും വിശദീകരിച്ചതും എനിക്കൊരു ഭാവി ഉണ്ടാക്കുന്നത് എൻ്റെ ദൈവമാണ്. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ജീവിക്കേണ്ടത്.
അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ഒരു പുസ്തകം പേനയൊക്കെ എടുത്തിരുന്ന് അവനവനെ കേൾക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് പറ്റുന്നൊന്നുമില്ല, ഗ്രാജുവലി നമ്മൾ അതിലേക്ക് വളരും. അങ്ങനെ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവസ്വരം നിങ്ങൾ കേട്ടു തുടങ്ങും. അതാണ് നിങ്ങളെ ശരിക്കും നയിക്കുക. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ എല്ലാവരും സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവിനെ കൊടുത്തത്. കാരണം എപ്പോഴും അവിടെ പോയി വിസിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. എപ്പോഴും ഒരു ഉപദേശം കേൾക്കാൻ അവർക്ക് പറ്റണമെന്നില്ല. ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കണം. ഇതൊക്കെ എത്ര കാലഘട്ടം, ഇനി 2040 വന്നാലും 2060 വന്നാലും പരിശുദ്ധാത്മാവ് തന്നെ, ദൈവം തന്നെ. അതൊക്കെ അപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.